നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വേനലവധിക്കായി യുഎഇയിലെ സ്കൂളുകൾ അടച്ചു. ക്ലാസുകൾ പുനരാരംഭിക്കുക ഓഗസ്റ്റ് 31-ന്. അവധിയാഘോഷങ്ങൾക്ക് സ്വദേശങ്ങളിലേക്ക് വിമാനം കയറി കുടുംബങ്ങൾ. കോൺസുലാർ സേവനങ്ങൾക്ക് വലഞ്ഞ് ഇന്ത്യൻ സമൂഹം. ഷാർജയിൽ 2 ദിവസത്തെ അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഒരുക്കി ഇന്ത്യൻ അസോസിയേഷൻ. സേവനം നാളെയും മറ്റന്നാളും രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ. ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഷാർജയിലെ ഗതാഗത നിയന്ത്രണം യൂണിവേഴ്സിറ്റി സിറ്റിക്കും അർദൽ മാഹിദിനുമിടയിൽ ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 23 വരെ. യുഎയിൽ സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിൽ. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസ് നിരക്ക്. നിരക്ക് വർധനയ്ക്ക് കാരണം യുഎസ് പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചന. വിശദമായ വാർത്തകളിലേക്ക്. വേനലവധിക്കായി യുഎയിലെ സ്കൂളുകൾ അടച്ചു. തുടർച്ചയായ 2 മാസത്തെ അവധിയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഓഗസ്റ്റ് 31-ന് അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കും. പാഠപുസ്തകങ്ങളും പരീക്ഷകളും മാറ്റിവെച്ച് യുഎയിലെ വിദ്യാർത്ഥികൾക്ക് ഇനി വിശ്രമത്തിന്റെയും യാത്രകളുടെയും ദിനങ്ങൾ. യുഎയിലെ സ്കൂളുകൾ വേനലവധിക്കായി അടച്ചതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും 2 മാസത്തെ അവധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവസാന ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സമാപന പരിപാടികൾ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ചിരുന്നു. വേനൽ ചൂട് രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശയാത്രയുടെയും നാട്ടിലേക്കുള്ള യാത്രയുടെയും പദ്ധതിയിലാണ് കുടുംബങ്ങൾ. യുഎയിൽ തന്നെ തുടരുന്നവർ സമ്മർ ക്യാമ്പുകളിലും പരിശീലന പരിപാടികളിലും പങ്കെടുക്കും. അവധിക്കാലത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യകരമായ ശീലങ്ങൾക്കും ശ്രദ്ധ നൽകണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓഗസ്റ്റ് 31-നാണ് രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ പുതിയ അധ്യയന വർഷം പുനരാരംഭിക്കുന്നത്. NTV അബുദാബി. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനത്തിൽ തുടരുന്ന പ്രതിസന്ധി ഇനിയും നീളുമെന്ന് റിപ്പോർട്ട്. ഈ ട്രാവ്ടെക് കമ്പനി ഫയൽ ചെയ്ത കേസിന്റെ വാദം ഡൽഹി ഹൈക്കോടതി ഈ മാസം 13-ലേക്ക് മാറ്റി. സേവനം പുതിയ കമ്പനിക്ക് ടെൻഡർ നൽകിയത് ചോദ്യം ചെയ്തതാണ് കേസ്. കോഴിക്കോട്ടെ അൽഹിന്ദ് ട്രാവൽസിനായിരുന്നു പുതിയ ടെൻഡർ ലഭിച്ചത്. ജൂലൈ 1 മുതൽ അൽഹിന്ദ് സേവനം ആരംഭിക്കാനിരിക്കെയാണ് ടെൻഡർ നടപടിയെ ചോദ്യം ചെയ്ത ഈ ട്രാവ്ടെക് എന്ന കമ്പനി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെയും ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചത്. വെറാസിസ് എന്ന കമ്പനിയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിൽ തീർപ്പുണ്ടാകുന്നതുവരെ പുതിയ കമ്പനിക്ക് സേവനങ്ങൾ കൈമാറാൻ നിയമ തടസ്സമുണ്ടാകും. നേരത്തെ പാസ്പോർട്ട് സേവനം നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ പുതിയ കമ്പനി രംഗത്ത് വരുന്നതിന്റെ ഭാഗമായി ജൂൺ 25 മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. പാസ്പോർട്ട് സേവനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നലെ മുതൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും താൽക്കാലികമായി നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചിരുന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ഈ കാര്യാലയങ്ങളിൽ അപേക്ഷകൾ സ്വീകരിക്കുക. താൽക്കാലിക സംവിധാനമായതിനാൽ നിരവധി പരിമിതികളുണ്ട്. പൂരിപ്പിച്ച അപേക്ഷകൾ മാത്രമേ ഇവിടെ സ്വീകരിക്കൂ. ഫീസ് പണമായി മാത്രമേ നൽകാൻ കഴിയൂ. ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പണം നൽകാൻ കഴിയില്ല. പോരാത്തതിന് സ്ഥലപരിമിതിയുമുണ്ട് എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകർ മാത്രമേ ഓഫീസുകളിലേക്ക് എത്താവൂ എന്ന് അധികൃതർ പ്രത്യേകം നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്തവരുടെ പാസ്പോർട്ടിന് മാത്രം രക്ഷിതാക്കൾക്കൊപ്പം വരാമെന്നാണ് അറിയിപ്പ്. ഇപ്പോൾ തന്നെ പാസ്പോർട്ട് സേവനങ്ങളിൽ കാലതാമസം നേരിടുന്നു എന്ന പരാതികൾ ഉയരുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നീണ്ടുപോയാൽ ഈ പ്രതിസന്ധിയും നീണ്ടുപോകാനാണ് സാധ്യത. ഈ ട്രാവ്ടെക് കമ്പനി ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി ഈ മാസം 13-ലേക്ക് വാദം മാറ്റിയതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ 2 ദിവസത്തെ കോൺസുലാർ സേവനം ലഭ്യമാക്കുന്നു. നാളെയും മറ്റന്നാളുമായി രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെയാണ് അറ്റസ്റ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശ്വാസമാകും ഈ ക്യാമ്പ്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ 2 ദിവസത്തെ കോൺസുലർ അറ്റസ്റ്റേഷൻ സേവനം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 4-5 തീയതികളിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആസ്ഥാനത്താണ് സേവനം ലഭ്യമാക്കുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ സേവനം ലഭിക്കും. ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശ്വാസമാകും ഈ ക്യാമ്പ്. വിദേശകാര്യ ആവശ്യങ്ങൾക്കായി രേഖകൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ഇന്ത്യൻ പൌരന്മാർക്ക്
ദുബൈയിലേക്ക് യാത്ര ചെയ്യാതെ ഷാർജയിൽ തന്നെ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അറ്റസ്റ്റേഷൻ ആവശ്യമായ അസൽ രേഖകൾ, ആവശ്യമായ പകർപ്പുകൾ, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, നിശ്ചിത ഫീസ്, കോൺസുലേറ്റിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആവശ്യമായ മറ്റ് രേഖകൾ എന്നിവ കൈവശം കരുതണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. രേഖകൾ പൂർണ്ണമായും തയ്യാറാക്കി എത്തുന്നവർക്ക് നടപടിക്രമങ്ങൾ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. പരമാവധി പേർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. NTV ഷാർജ. UAE സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിൽ. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ നിരക്ക്. പണപ്പെരുപ്പം നേരിടാൻ US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചനകളാണ് നിരക്കുയരാൻ കാരണം. രാജ്യാന്തര വിപണിയിൽ 2 ദിവസമായി തുടരുന്ന വിലവർധനയ്ക്ക് പിന്നാലെ UAEയിലും ഇന്ന് നിരക്ക് വർധനയുണ്ടായെങ്കിലും വൈകിട്ടോടെ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 503.50 ദിർഹമായിരുന്നു നിരക്ക്. എന്നാൽ വൈകിട്ടോടെ 75 ഫിൽസ് കുറഞ്ഞ 502.75 ഫിൽസാണ് ക്ലോസിംഗ് റേറ്റ്. വ്യാഴാഴ്ച ഇത് 494.75 ദിർഹമായിരുന്നു. ഈ വിലവർധനയോടെ UAEയിലെ സ്വർണ്ണവില ജൂൺ 3-ാം വാരത്തിലുണ്ടായിരുന്ന നിരക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജൂൺ 4-ന് 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 538.50 ദിർഹവും 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 498.50 ദിർഹവുമായിരുന്നു നിരക്ക്. അതിനുശേഷമാണ് വില താഴേക്ക് പോയത്. പണപ്പെരുപ്പം നേരിടാൻ US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചനകളാണ് നിരക്ക് വർധനയ്ക്ക് കാരണം. സാധാരണയായി പലിശ നിരക്ക് ഉയരുമ്പോൾ സ്വർണ്ണവില കുറയാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ 2.3% വർധനവിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 1.8% ഉയർന്ന ഔൺസിന് $4,195 എത്തിയത്. US ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് മുകളിൽ ഉണ്ടാകുന്ന പുതിയ ആശങ്കകളും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. ജൂലൈ മുതൽ 2026 ഓഗസ്റ്റ് വരെ താൽക്കാലിക ഗതാഗത വഴിതിരിച്ചുവിടൽ പ്രഖ്യാപിച്ച് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇത്തിഹാദ് റെയിൽ സ്റ്റേഷൻ ആക്സസ് റോഡ് പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. നിർമ്മാണം സുഗമമാക്കുന്നതിനും ഭാവിയിലെ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായി യൂണിവേഴ്സിറ്റി സിറ്റിക്കും ആർദ് അൽ മാഹിദിനും ഇടയിലാണ് വഴിതിരിച്ചുവിടൽ നടപ്പിലാക്കുക. പ്രദേശത്തെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, റോഡ് ശേഷി വർദ്ധിപ്പിക്കുക, സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിശാലമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ നീക്കം. 2026 ജൂലൈ 4 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഗതാഗത വഴിതിരിച്ചുവിടൽ ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ തുടരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് SRTA നിർദ്ദേശിച്ചു. എല്ലാ റോഡ് ഉപയോക്താക്കളും നിയുക്ത വഴിതിരിച്ചുവിടൽ റൂട്ടുകൾ കർശനമായി പാലിക്കണമെന്നും ബാധിത പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സൈനുകൾ ശ്രദ്ധിക്കണമെന്നും SRTA അഭ്യർത്ഥിച്ചു. വാഹനം ഓടിക്കുന്നവരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും സുരക്ഷ നിലനിർത്തുന്നതിനും ഗതാഗതം കഴിയുന്നത്ര സുഗമമായി നിലനിർത്തുന്നതിനും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ മുൻകൂട്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ബദൽ വഴികൾ ഉപയോഗിക്കാനും ബാധിത മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. NTV ഷാർജ. ഇറാനും അമേരിക്കയും മധ്യസ്ഥർ മുഖാന്തരം ഖത്തറിലെ ദോഹയിൽ നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടെന്ന് റിപ്പോർട്ട്. പ്രധാന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. $600 കോടി ഉടൻ വിട്ടുകിട്ടണമെന്നും ഹോർമൂസിൽ ഇടപെടരുതെന്നും US-നോട് ഇറാൻ ആവശ്യം. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ നീക്കം മുഖ്യ വിഷയമാക്കി ഇറാനും US-ഉം ദോഹയിൽ നടത്തിയ 1-ാം ഘട്ട ചർച്ചയാണ് അവസാനിച്ചത്. ഖത്തർ മധ്യസ്ഥരായി ഇറാൻ US അംഗങ്ങൾ നടത്തിയ സാങ്കേതികതല ചർച്ചകളിൽ കാര്യമായ പുരോഗതി നേടാനായെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. $600 കോടി ഉടൻ വിട്ടുകിട്ടണമെന്നും ഹോർമൂസിൽ ഇടപെടരുതെന്നും US-നോട് ഇറാൻ ആവശ്യപ്പെട്ടു. ഖത്തർ, പാകിസ്ഥാൻ പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ചകളും നടന്നു. ഹോർമൂസിൽ ഇടപെടരുതെന്ന് US-നോടും ഇറാൻ പറഞ്ഞു. ആസ്തികൾ വേഗം വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് ശക്തമാക്കിയത്. ജൂൺ 17-ന് ഒപ്പിട്ട ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ, പാക് പ്രതിനിധികളുമായി വെവ്വേറെ ചർച്ചയും നടത്തിയിരുന്നു.
അതേസമയം നിലവിൽ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഇരുവിഭാഗവും തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് NTV. ടെർമിനേഷൻ നൽകിയതിന് പിന്നാലെ കമ്പനി വാഹനം വിട്ടുകൊടുക്കാത്ത ജീവനക്കാരന് 30,000 ദിർഹം പിഴ. UAE നിയമപ്രകാരം തൊഴിൽ തർക്കത്തെ തുടർന്ന് കമ്പനിയുടെ ആസ്തി സ്വന്തമാക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി ചെലവുകൾ വഹിക്കാനും കോടതി ഉത്തരവിട്ടു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷവും കമ്പനി വാഹനം തിരികെ നൽകാത്തയാൾക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് അലൈൻ കോടതി. 30,000 ദിർഹമാണ് പിഴ. തൊഴിൽ തർക്കത്തിനിടെ വാഹനം പിടിച്ചുവെക്കാനുള്ള തൊഴിലാളിയുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സേവനാനുകൂല്യം നൽകാത്തതിനാൽ വാഹനം തിരികെ കൊടുക്കാനാകില്ലെന്നായിരുന്നു ജീവനക്കാരന്റെ പ്രതികരണം. എന്നാൽ അലൈൻ കോടതി അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും തള്ളി. UAE നിയമപ്രകാരം തൊഴിൽ തർക്കത്തിനുള്ള ഏകപക്ഷീയമായ പ്രതിവിധിയായി തൊഴിലാളിക്ക് കമ്പനിയുടെ ആസ്തികൾ സ്വന്തമാക്കാനോ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കാനോ ആകില്ലെന്ന് പ്രിസൈഡിംഗ് ജഡ്ജി വ്യക്തമാക്കി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ ഔദ്യോഗിക പരാതി നൽകുക എന്നതാണ് നിയമപരമായ മാർഗമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ സ്വത്തുവകകൾ പിടിച്ചുവെക്കുന്നതിലൂടെ സ്ഥാപനത്തിന് നഷ്ടം വന്നതായും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് 30,000 ദിർഹം നഷ്ടപരിഹാരം നൽകാനും കോടതി ചെലവുകൾ വഹിക്കാനുമാണ് അലൈൻ കോടതി ഉത്തരവിട്ടത്. NTV അബുദാബി. അത്യാധുനിക ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയുമായി ദുബായ്. കഴിഞ്ഞ 18 മാസത്തിനിടെ വ്യാജവും കൃത്രിമമായി തിരുത്തിയതുമായ 900-ലേറെ യാത്രാരേഖകളാണ് ദുബായിൽ കണ്ടെത്തിയത്. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അത്യാധുനിക ഡിജിറ്റൽ പരിശോധനാ സംവിധാനങ്ങളുടെയും വിദഗ്ധരുടെയും സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് വ്യാജവും കൃത്രിമമായി തിരുത്തിയതുമായ യാത്രാരേഖകൾ കണ്ടെത്തിയത്. 2025-ലും 2026-ന്റെ ആദ്യ പകുതിയിലുമായി ആകെ 902 വ്യാജരേഖാ കേസുകളാണ് അതിർത്തികളിൽ നിന്ന് പിടികൂടിയത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച ട്രാവൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സെന്ററായി മാറിയ GDRFയുടെ ഡോക്യുമെന്റ് ഇൻസ്പെക്ഷൻ സെന്ററാണ് ഈ സുരക്ഷാ ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ ഐഡന്റിറ്റികളും യാത്രാരേഖകളും വ്യാജ നിർമ്മാണ രീതികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള പരിശോധനകളാണ് ദുബായ് വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും നടക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പാസ്പോർട്ടുകൾ, പ്രിന്റ് വീസകൾ, ഇലക്ട്രോണിക് വിസകൾ ഉൾപ്പെടെ 20,307 യാത്രാരേഖകളാണ് കേന്ദ്രം വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 2025-ൽ 15,746 രേഖകളും 2026-ന്റെ ആദ്യ 6 മാസത്തിനിടെ 4,561 രേഖകളും പരിശോധിച്ചു. അത്യാധുനിക ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയാണ് ദുബായ് കൈവരിക്കുന്നത്. NTV ദുബായ്. സ്വകാര്യ മേഖലയുടെ സാമൂഹിക ഉത്തരവാദിത്തവും സുസ്ഥിര വികസനത്തിനുള്ള പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിനായി UAE പുതിയ ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചു. UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ 5 വർഷത്തിനകം 2,000 കോടി ദിർഹം സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അബുദാബി ഖസർ അൽ വദനിൽ നടന്ന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയെ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമാക്കുക എന്ന UAE നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ഷെയ്ഖ് മൻസൂർ പറഞ്ഞു. 2025-ൽ മാത്രം 191 കമ്പനികളുടെ പങ്കാളിത്തത്തോടെ 323 കോടി ദിർഹത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത് നേട്ടമായി. ഈ മാതൃക പിന്തുടർന്നാണ് വരും വർഷങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നത്. സാമൂഹിക സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ കമ്പനികളെ ഷെയ്ഖ് മൻസൂർ ചടങ്ങിൽ ആദരിച്ചു. 2025-2027 കാലയളവിൽ അപേക്ഷ നൽകിയ 160 സംഘടനകളിൽ നിന്ന് 114 എണ്ണം പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുത്തു. സർക്കാർ, സ്വകാര്യ മേഖല, അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ 5 വർഷത്തിനകം 2000 കോടി ദിർഹം സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. NTV അബുദാബി. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. വേനലവധിക്കായി UAEയിലെ സ്കൂളുകൾ അടച്ചു. ക്ലാസുകൾ പുനരാരംഭിക്കുക ഓഗസ്റ്റ് 31. അവധിയാഘോഷങ്ങൾക്ക് സ്വദേശങ്ങളിലേക്ക് വിമാനം കയറി കുടുംബങ്ങൾ. കോൺസുലാർ സേവനങ്ങൾക്ക് വലഞ്ഞു ഇന്ത്യൻ സമൂഹം. ഷാർജയിൽ 2 ദിവസത്തെ അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഒരുക്കി ഇന്ത്യൻ അസോസിയേഷൻ. സേവനം നാളെയും മറ്റന്നാളും രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ. ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഷാർജയിലെ ഗതാഗത നിയന്ത്രണം യൂണിവേഴ്സിറ്റി സിറ്റിക്കും അർദൽ മായിദിനുമിടയിൽ ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 23 വരെ. UAEയിൽ സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിൽ. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസ് നിരക്ക്. നിരക്ക് വർധനയ്ക്ക് കാരണം US പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചന. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.